കേരള സർവകലാശാല തലപ്പത്ത് അധികാര സംഘർഷം. പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി. വിസി ഡോക്ടർ സിസ തോമസ് ഉത്തരവിട്ടു. വിസി യോഗം പിരിച്ചുവിട്ട ശേഷം തുടർന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി. പകരം ചുമതല ഹേമ ആനന്ദിന്. സസ്പെൻഷനെതിരായ ഹർജി പിൻവലിക്കാൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഹൈക്കോടതി അനുമതി. സസ്പെൻഷൻ പിൻവലിച്ച് തന്നെ തിരിച്ചെടുത്തുവെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി നിയമവിരുദ്ധമെന്ന സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി ഗവർണർ. ഇന്നലെ നടന്ന സംഭവങ്ങൾ വിസി ഗവർണറെ ധരിപ്പിച്ചു. റിപ്പോർട്ടിൽ ഗവർണറുടെ നടപടി നിർണായകം. കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. ക്ഷേത്രം നിർമ്മിക്കുന്നത് വാവർ പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ. ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നിർമ്മിച്ച ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞ നിലയിൽ. ക്ഷേത്രത്തിനായി ദേവപ്രശ്നം നടത്തിയതിന്റെ പ്രചാരണ ബോർഡുകൾ സ്ഥലത്ത്. ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി. പൂജാ സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള താൽക്കാലിക കെട്ടിടം പൊളിച്ചുമാറ്റിയെന്ന് ഭൂവുടമ. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. ക്ഷേത്ര നിർമ്മാണം ചോദ്യം ചെയ്തുള്ള ഹർജി തീർപ്പാക്കി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ്. 4 DCCകളിൽ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. അവസാനവട്ട ചർച്ചകൾക്കായി KPCC പ്രസിഡന്റും നേതാക്കളും ബുധനാഴ്ച ഡൽഹിയിൽ. കോഴിക്കോട് ചേളന്നൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. അനസ്തീഷ്യ നൽകുന്നതിലെ വീഴ്ച മൂലം കുഞ്ഞ് മരിച്ചത് കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ. ശ്വാസതടസ്സമുണ്ടായ കുഞ്ഞിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ മരിച്ച കുഞ്ഞ് പ്രായം തികയാതെയാണ് ജനിച്ചതെന്ന് കാക്കൂരിലെ കോഓപ്പറേറ്റീവ് ക്ലിനിക് അധികൃതർ. ഇക്കാര്യം കുടുംബാംഗങ്ങൾ മറച്ചുവെച്ചാണ് അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയത്. അനസ്തേഷ്യ നൽകിയ ഉടനെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും ക്ലിനിക് അധികൃതർ. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില ഗുരുതരം. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതി. പനി ബാധിച്ച് ചികിത്സയിലുള്ള മകന്റെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ്. കുട്ടി ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാലക്കാട് അവലോകന യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥയിൽ ഇടപെടണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉറപ്പാക്കാൻ കോടതി ഇടപെടൽ വേണമെന്ന ഹർജിയിൽ ആവശ്യം. കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയിലും അപകട സാധ്യത. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ഏത് സമയവും നിലംപൊത്താവുന്ന കെട്ടിടത്തിൽ. പ്രധാന കെട്ടിടങ്ങൾക്ക് മുകളിൽ ആൽമരം മുളച്ച നിലയിൽ. പ്രസവശേഷം ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞ് നിധിയെ മാതാപിതാക്കളുടെ നാടായ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. കുഞ്ഞിനെ CWCക്ക് കൈമാറുന്നത് സംരക്ഷിക്കാനുള്ള സാമ്പത്തിക പശ്ചാത്തലം മാതാപിതാക്കൾക്ക് ഇല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് തുടർ ചികിത്സ. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തുടർ ചികിത്സയ്ക്കായി നവമിയെ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാർ നവമിയെ ചികിത്സിക്കും. കഴിഞ്ഞ 1-ാം തീയതിയാണ് ശസ്ത്രക്രിയയ്ക്കായി നവമിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ചികിത്സയിൽ കഴിയവേ 3-ാം തീയതിയാണ് തകർന്നു വീണ കെട്ടിടത്തിൽപ്പെട്ട് അമ്മയെ നവമിക്ക് നഷ്ടമായത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി നാടെങ്ങും പ്രതിപക്ഷ BJP പ്രതിഷേധം. പത്തനംതിട്ടയിലും കോട്ടയത്തും മാർച്ചിൽ സംഘർഷം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് പരിക്ക്. നെയ്യാറ്റിൻകരയിൽ BJP മാർച്ചിൽ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. ഗതാഗത കമ്മീഷണറുമായി ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം. 22 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ഉടമകൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കുകയാണ് പ്രധാന ആവശ്യം. ദീർഘകാലമായി സർവീസ് നടത്തുന്ന
ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, ഈ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ്സുടമകൾ മുന്നോട്ട് വയ്ക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്ന കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഹാജരായി. താരം ഹാജരായത് എറണാകുളം മരട് സ്റ്റേഷനിൽ. സൗബിൻ എത്തിയത് പിതാവ് ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും അഭിഭാഷകർക്കുമൊപ്പം. തിരൂരങ്ങാടി തലപ്പാറയിൽ വാഹനാപകടത്തിൽ തോട്ടിലേക്ക് തെറിച്ചു വീണ യുവാവിനായുള്ള തെരച്ചിൽ തുടരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ മുഹമ്മദ് ഹാഷിർ തോട്ടിലേക്ക് തെറിച്ചു വീണത്. തോട്ടിൽ ഒരാൾ മുങ്ങുന്നത് കണ്ടെന്ന് കാർ യാത്രികർ മൊഴി നൽകിയിരുന്നു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന കേസിൽ പ്രതികളെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ കസ്റ്റഡി അപേക്ഷയും പരിഗണിച്ചേക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം. ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ വിദഗ്ധരുടെ സഹായം തേടും. യന്ത്രത്തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് തുടങ്ങും. തകരാർ പരിഹരിക്കുന്നത് ലണ്ടനിൽ നിന്നെത്തിയ 17-അംഗ സംഘം. ദൌത്യം പരാജയപ്പെട്ടാൽ വിമാനം എയർലിഫ്റ്റ് ചെയ്യും. പാലക്കാട് പാലക്കയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പുലർച്ചെ 6 മണിയോടെ വീടുകളുടെ മുറ്റം വരെ എത്തിയ കാട്ടാനകളെ RRT സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. പാലക്കാട് മലമ്പുഴയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ കഴുത്തിൽ മുറിവേറ്റു. കൊല്ലംകുന്ന് സ്വദേശി മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ബ്രിക്സ് രാജ്യങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് സംയുക്ത പ്രഖ്യാപനം. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തിനെതിരെയും വിമർശനം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്കും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച അമേരിക്ക പാർട്ടിയെ വിമർശിച്ചും പരിഹസിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടി തുടങ്ങുന്നത് വിഡ്ഢിത്തരമാണെന്നും വിജയിക്കില്ലെന്നും വിമർശനം. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 82ആയി. മരിച്ചവരിൽ 30 പേർ കുട്ടികളാണ്. കാണാതായ 40 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനം. ദുരന്ത സ്ഥലം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ സന്ദർശിക്കും. തനിക്ക് പിൻഗാമിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ദലൈലാമ. തങ്ങൾ അംഗീകരിക്കാത്ത ദലൈലാമയെ തെരഞ്ഞെടുക്കാനാവില്ലെന്ന് ചൈന. ഇന്ത്യയുടെ നിലപാട് നിർണായകം. സന്യാസി സമൂഹത്തിനുള്ള പിന്തുണ തുടരും. ദലൈലാമ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കേണ്ടെന്നും ഇന്ത്യൻ നിലപാട്. ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും വെള്ളപ്പൊക്കത്തിലും മരണം 72ആയി. പ്രഭവ കേന്ദ്രമായ മാണ്ടിയിൽ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രദേശത്ത് റെഡ് അലർട്ട് തുടരുകയാണ്. മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം തുടങ്ങി ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 23 മിന്നൽ പ്രളയങ്ങളും 19 മേഘവിസ്ഫോടനങ്ങളും 16 മണ്ണിടിച്ചിലുകളും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്ര റായ്ഗഡ് രേവ്ദണ്ഡ തീരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ അജ്ഞാത ബോട്ട് കണ്ടെത്തി. ബോട്ടിലെ അടയാളങ്ങൾ മറ്റൊരു രാജ്യത്തിന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊർള തീരത്ത് നിന്നും 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത്. ബോട്ട് മറ്റെവിടെ നിന്നോ ഒഴുകി വന്നതാകാമെന്ന് കരുതുന്നു. ബോട്ട് പരിശോധിക്കാൻ തിരിച്ച അന്വേഷണ സംഘത്തിന് കനത്ത മഴയെ തുടർന്ന് ബോട്ടിനടുത്തേക്ക് എത്താനായി.